ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം ആവർത്തന പുസ്തകം 15 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം 32 വാക്യം. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു. യാക്കോബിൻ്റെയും ലേയായുടെയും മൂത്ത മകനായിരുന്നു റൂബൻ. നോക്കൂ, ഒരു മകൻ എന്നതായിരുന്നു റൂബൻ എന്ന പേരിൻ്റെ അർത്ഥം. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞാണ് ലേയ തൻ്റെ ആദ്യജാതന് റൂബൻ എന്ന പേര് നൽകിയത്. വേദപുസ്തകത്തിൽ രൂപനെക്കുറിച്ച് പറയുന്ന ചില പ്രത്യേക സന്ദർഭങ്ങൾ നമുക്ക് കാണാം. അവ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, മാതാവായ ലേയായ്ക്ക് ദൂദായിപ്പഴം നൽകുന്നു. പ്രേമത്തെ ഉണർത്തുവാൻ കഴിയുമെന്ന് കരുതിയിരുന്ന ഒരു കനി എന്നതാണ് ഈ ഫലത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഉത്തമഗീതം 7 അധ്യായം 14 വാക്യത്തിലും ഇത് കാണുന്നുണ്ട്. രണ്ടാമതായിട്ട്, യോസെഫിനെ കൊല്ലാതിരിക്കുവാൻ സഹോദരന്മാരോട് അപേക്ഷിക്കുന്ന റൂബനെ നമുക്ക് കാണാം. ഇത് റൂബൻ്റെ ഒരു സ്വഭാവ മഹിമയായിരുന്നു. എന്നാൽ സത്യം വെളിപ്പെടുത്താതെ പിതാവിനെ വഞ്ചിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മൂന്നാമതായിട്ട്, ബെന്യാമീൻ്റെ സുരക്ഷയ്ക്കായി തൻ്റെ 2 പുത്രന്മാരെ ജാമ്യമായി നൽകാമെന്ന് പിതാവിനോട് റൂബൻ പറയുന്നുണ്ട്. നാലാമതായിട്ട്, ലേയയുടെ ദാസിയും തൻ്റെ പിതാവായ യാക്കോബിൻ്റെ വെപ്പാട്ടിയും തൻ്റെ 2 സഹോദരന്മാരുടെ മാതാവുമായ ബിൽഹയുമായി തെറ്റായ ബന്ധം പുലർത്തുന്നതായിട്ടും നമുക്ക് കാണാം. അതിലൂടെ റൂബൻ ശാപഗ്രസ്തനായി തീരുന്നുണ്ട്. റൂബന് 4 പുത്രന്മാർ ഉണ്ടായിരുന്നു. റൂബനിലൂടെ ആയിരുന്നു റൂബൻ ഗോത്രം പിറവിയെടുത്തത്. റൂബൻ ആദ്യജാതനാണെങ്കിലും തൻ്റെ പിതാവിൻ്റെ ശയ്യയെ അശുദ്ധമാക്കിയതിനാൽ അവൻ്റെ ജ്യേഷ്ഠ അവകാശം ഇസ്രായേലിൻ്റെ മകനായ യോസെഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു എന്ന് 1 ദിനവൃത്താന്തം 5 അധ്യായം 1 വാക്യത്തിൽ കാണുന്നു. എന്നാൽ വരാനിരിക്കുന്ന കഷ്ടത്തിൽ നിന്നും രക്ഷയ്ക്കായി മുദ്രയിടപ്പെടുന്ന ഗോത്രങ്ങളിൽ രൂബനും ഉൾപ്പെടുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 7 അധ്യായം 5 വാക്യത്തിൽ കാണുന്നുണ്ട്. രൂബൻ ഗോത്രനിവാസികൾ യോർദാന് കിഴക്കും യഹൂദായിലും പാർത്തിരുന്നു. അതിനാൽ ഇവർ ഒരു സ്ഥലത്ത് മാത്രം പാർത്തിരുന്നവരല്ലായിരുന്നു എന്നും മനസ്സിലാക്കാം. മറ്റ് ഗോത്രങ്ങളുമായി ദേശം പങ്കിടുകയും ചെയ്തിരുന്നു. എന്നാൽ ശീലോവ് കേന്ദ്രമാക്കി ജീവിതം ആരംഭിച്ച ഇസ്രായേലിൽ രൂബൻ പ്രധാന സ്ഥാനം വഹിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട്. രാജവാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ മുഖ്യ ആരാധനാ സ്ഥാനവും തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു ശീലോവ്. ഏലി പുരോഹിത കുടുംബമായിരുന്നു ഈ ദേവാലയത്തിൻ്റെയും മതകർമ്മങ്ങളുടെയും നടത്തിപ്പുകാർ. ഇസ്രായേല്യ കുടുംബങ്ങൾ വർഷം തോറും സൈന്യങ്ങളുടെ യഹോവയെ ആരാധിക്കുന്നതിനും നേർച്ചകളും പ്രാർത്ഥനകളും അർപ്പിക്കുന്നതിനും ശീലോവിൽ വന്നെത്തിയിരുന്നു. അപ്പനായ യാക്കോബ് റൂബനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു: വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകയില്ല എന്ന്. എന്നാൽ ദൃഢചിത്തനല്ലാത്ത വികാരശീലനായ ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് റൂബനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സാധ്യതകൾ എന്തെന്ന് മനസ്സിലാക്കുവാനും ദൈവഹിതത്തിന് അനുയോജ്യമായി ജീവിക്കുവാനും സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൽ വ്യക്തമായ നിലപാടുകളോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.